ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു ജീര റൈസാണേ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ജീര റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതരിയാണോ എടുക്കുന്നത് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച വെള്ളം ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. ഈ ഒരു സമയമെത്തുമ്പോൾ അതിലേക്കൊരു 3 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു പീസ് കറുവാപ്പട്ട കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിന് വേണ്ടിയിട്ട് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ജീര റൈസോ ബസ്മതി റൈസോ അല്ലാണ്ട് ഡെയിലി യൂസ് ചെയ്യുന്ന റൈസ് ആയിരുന്നാലും മതിയാവും. ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളം കളയാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അങ്ങനെ മുഴുവൻ ചോറിനെയും നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കാക്കി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലാണ്ട് ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഇതിന് വേണ്ടിയിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസിൻ്റെ മെയിൻ താരമായിട്ടുള്ള ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ ജീരകം ചേർക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കുറുകെ മുറിച്ച് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ജീരകത്തിൻ്റെയും മല്ലിയിലയുടെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ജീര റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ ജീര റൈസിന് കുറച്ച് ഡെക്കറേഷൻ കൂടി ആയാലോ. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യിലിട്ട് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീര റൈസിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലൊരു സാലഡോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റോ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. നിങ്ങളെല്ലാവരും അപ്പോൾ ഈ റൈസ് ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ എങ്ങനെ, എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.